മോർണിംഗ് ഓൾ. എൻ്റെ പേര് ആഷിക മർജാന എന്നാണ്. എൻ്റെ വീട് പട്ടാമ്പിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വിളയൂരാണ്. പട്ടാമ്പി അടുത്ത് തന്നെ ലാമന്തോൾ എന്ന് പറയും. എനിക്ക് 2 കുട്ടികളാണ്. മൂത്തത് മോനാണ്. മോന് 2nd സ്റ്റാൻഡേർഡിലാണ്, 7 വയസ്സായി. രണ്ടാമത്തത് 2 വയസ്സ് മോളാണ്. ഞാൻ ഇഗ്നോനെ കുറിച്ച് അറിയുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഞാൻ 2014-17 ആണ് എൻ്റെ ഡിഗ്രി ഞാൻ BC ആയിരുന്നു എടുത്തിരുന്നത്. ഞാൻ ഇവിടെ പെരിന്തൽമണ്ണ SNDP കോളേജിലായിരുന്നു. +1 +2 സയൻസ് ആയിരുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡിലോട്ടായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ ചില സിറ്റുവേഷൻസ് കാരണം എനിക്ക് ആ കോഴ്സ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് തോന്നിയത് BC ആണ്. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഇയർ ഒക്കെ നല്ല ടഫായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനൊക്കെ. പിന്നെ എനിക്ക് ലാബും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നല്ല ഔട്ട്പുട്ട് ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി തുടങ്ങി. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആയി. പക്ഷെ എനിക്ക് ഒരു സബ്ജക്ട് സപ്ലി ഉണ്ടായി. ഡിഗ്രിക്ക് ശേഷം ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയി. അത് കാരണം എനിക്ക് സപ്ലി എഴുതാനോ കംപ്ലീറ്റ് ചെയ്യാനോ പറ്റിയില്ല. പിന്നെ ഞാൻ സപ്ലിക്ക് അപ്ലൈ ചെയ്തെങ്കിലും എൻ്റെ മോന്റെ ഡെലിവറി, എനിക്ക് പ്രഗ്നന്റ് ആയി. പിന്നെ മോന്റെ ഡെലിവറി കഴിഞ്ഞ ഉടനായിരുന്നു. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റിയില്ല. 2nd സെമ്മിലായിരുന്നു സബ്ജക്ട് സപ്ലി. പിന്നെ ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇപ്പോഴാണ് ഞാനിപ്പോ PG ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ പഠിക്കാൻ പറ്റിയിരുന്നില്ല സപ്ലി കാരണം. പിന്നെ യൂണിവേഴ്സിറ്റി സിലബസ് ഒക്കെ മാറി. യൂണിവേഴ്സിറ്റി അത് സ്പെഷ്യൽ സപ്ലിമെന്ററി ആക്കി. 1 ടൈം സപ്ലിമെന്ററി 1 ഇയർ ആയിട്ടുള്ളൂ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട്. നമ്മുടെ കോളേജിലൊന്നും, ഞാൻ പഠിച്ച കോളേജിലൊന്നും എനിക്ക് സെന്റർ കിട്ടിയില്ല. യൂണിവേഴ്സിറ്റിയിലായിരുന്നു സെന്റർ കിട്ടിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അവിടെയാണ് സെന്റർ കിട്ടിയത്. ഒരു സബ്ജക്റ്റിന് അറൌണ്ട് 3500 വെച്ചിട്ടാണ് അവർ പേയ്മെന്റ് ഒക്കെ ചെയ്തത്. എന്നാലും എനിക്ക് മോളായതിനു ശേഷമാണ് എനിക്ക് എൻ്റെ സപ്ലിമെന്റ് കംപ്ലീറ്റ് ചെയ്യാനും മാർക്കും പാസ്സായി. ഞാനിപ്പോൾ 1 ഇയർ ആയിട്ടേ ഉള്ളൂ പാസ്സായിട്ട്. അറൌണ്ട് ലാസ്റ്റ് ഡിസംബറിലാണ് റിസൾട്ട് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് PG ഒന്നല്ലെങ്കിൽ സൈക്കോളജി ചെയ്യണമെന്നായിരുന്നു, അല്ലെങ്കിൽ MCA ചെയ്യണമെന്നായിരുന്നു താല്പര്യം. അങ്ങനെ ഇഗ്നോ ആയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇഗ്നോയിലോട്ട് വന്നത്. എനിക്ക് ഇത്രയും ഡിഗ്രി 2017 കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്നത് 2025 ആ ഒരു ഗ്യാപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നന്റ് അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡിക്ക് അത്രയും ഡിപ്രഷനും സ്ട്രെസ്സൊക്കെ ഉള്ള ഒരു ടൈമായിരുന്നു. എനിക്ക് മുന്നോട്ട് പഠിക്കണം, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല എന്നൊരു തോന്നൽ വന്നു. ചെയ്യുന്നുണ്ട്, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, മോന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് കൂടെ എനിക്ക് നമുക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആവണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മുന്നോട്ട് PG ചെയ്യാൻ പറ്റിയില്ല, സപ്ലിമെന്റ് ഉണ്ടായതുകൊണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ വേറെ ഒരു കോഴ്സ് ചെയ്ത്. ഞാനൊരു മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറി ഉണ്ടായിരുന്നില്ല. അപ്പൊ എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്യുപഞ്ചർ ഹിജാമ പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് എൻ്റെ ഒരുവിധമൊക്കെ മൈഗ്രെയിൻ സുഖമായി. അങ്ങനെ അക്യുപഞ്ചർ ഹിജാമ 2 ഇയർ ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു. ഞാനത് മോനെ വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. മോനിക്ക് 4 വയസ്സായപ്പോഴാണ് പിന്നെ എനിക്ക് പഠനം മുന്നോട്ട് പോകാൻ പറ്റിയത്. അക്യുപഞ്ചർ ഹിജാമ എന്നുള്ളൊരു കോഴ്സ് ചെയ്യാൻ പറ്റിയത്. മോനെ സ്കൂളിൽ പറഞ്ഞു വിടണം, അതുകൂടെ എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ അത് പഠിച്ചെടുത്തു. അതിന്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ. ചെറുതായിട്ട് വീട്ടില് ചെറിയൊരു ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്, അക്യുപഞ്ചർ ഹിജാമാണ്. റെഗുലർ ആയിട്ട് പോയിട്ട് വീക്കെൻഡ് ആയിട്ട് 2 ദിവസം റെഗുലർ ആയിട്ട് പോയി പഠിച്ചതാണ്. പിന്നെ ലാസ്റ്റ് ഡിസംബറിലാണ് റിസൾട്ട് വന്നത് BCA. അങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യലോ ഓരോ കാര്യങ്ങളും. അങ്ങനെയാണ് ഇഗ്നോനെ കുറിച്ച് അറിയാൻ പറ്റിയത്. അങ്ങനെ യൂട്യൂബിലും ഒരുപാട് പേരോടൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഇഗ്നോ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് MCAക്ക് വന്നത്. പിന്നെ ഒരുപാട് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് വിത്ത് മെന്റർ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അർച്ചന മാമിനെ മെന്ററായി എനിക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ MCA ചെയ്യുന്നുണ്ട്. MCA ജൂലൈ 2025 ബാച്ചിലെ അഡ്മിഷൻ എടുത്തത്. എനിക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം 2 കുട്ടികളെ വെച്ചിട്ട് വീട്ടിലെ പണി, മൂത്ത മോനെ പഠിപ്പിക്കണം, അത് കൂടെ നമ്മളെ പഠനം, അസൈൻമെന്റ്സും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കെല്ലാം പറ്റും. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് മക്കളായാലും പ്രഗ്നന്റ് ആയാലും നമ്മളെ വീട്ടിലെ പണികളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ്, ക്വിസ് കോമ്പറ്റീഷൻസ്, ഇന്നലെ ഗാന്ധി ജയന്തി ആയിട്ട് ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ വിൻ ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക, അത് കൂടെ നമുക്ക് ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മുന്നോട്ടുള്ള പഠനം ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നൊരു താല്പര്യം. അത് കൂടെ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാലിഗ്രഫി, അറബിക്കും ഇംഗ്ലീഷും കാലിഗ്രഫി ചെയ്യും, എംബ്രോയിഡറി വർക്കും ചെറുതായിട്ടൊക്കെ ചെയ്യും, കുക്ക് ചെയ്യും. ചെറിയ ഹോബീസൊക്കെ ഉണ്ട്. അതും ഇതിന്റെ കൂടെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള ജേണി ഉഷാറായി പോകണം തന്നെയാണ് താല്പര്യം. ഒന്നില്ലെങ്കിൽ MCA കഴിഞ്ഞിട്ട് ടീച്ചിങ് ഫീൽഡ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ആ ഒരു ഫീൽഡിലേക്ക് പോകാനാണ് ആഗ്രഹം. ഒരിക്കലും വീട്ടിലെ നമ്മളെ അടങ്ങിക്കൂടാനോ അല്ലെങ്കിൽ വീട്ടിലെ പണികൾ മാത്രം എടുക്കാനോ ഒന്നും താല്പര്യമില്ല. എല്ലാം വേണം. വീട്ടിലെ പണി, മക്കളുടെ കാര്യങ്ങൾ നോക്കാം, അതുകൂടെ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ നമുക്കുണ്ട്. നമ്മുടെ ചുറ്റുഭാഗം, നമ്മളെ പാരന്റ്സ്, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊരു താല്പര്യമുള്ള ഒരാളാണ്. ഷുവർ മുന്നോട്ടുള്ള പഠനം ഉഷാറാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എവരിബഡി.